ഇവിടുത്തെ ഉത്സവത്തിന്റെ ഇന്ന് രാത്രിയാണ് തുടങ്ങുന്നത്. ഇന്ന് രാത്രി ഭണ്ണാരം വന്ന് ആനയും എല്ലാം അക്കരയ്ക്ക് കൂടെ തന്നെ സ്ത്രീകളും പ്രവേശനം. രാത്രി അർദ്ധരാത്രിയാണെങ്കിൽ നാളെ രാവിലെ സ്ത്രീകളുടെ പ്രവേശനം. അതെ, അതാണ് ഉത്സവം തുടങ്ങുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ പ്രധാന ഉത്സവങ്ങൾ കുറേ ഉണ്ട്. ആരാധന തിരുവമ്മായുണ്ട്, ഇളനീ വെപ്പുണ്ട്, ഇളനീ മാട്ടമുണ്ട്. അതെ, അങ്ങനെ കുറേ ഉത്സവങ്ങളുണ്ട്. ഇതിനകത്ത് ലിസ്റ്റിലുണ്ട്. അത് ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് മാധ്യമങ്ങളിലൊക്കെ ഉത്സവത്തിന് പ്രധാന ദിവസം അപ്പുറത്ത് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടയ്ക്കും. ഇവിടുന്ന് ഈ വാള് വരവ് അത് ഈ വാള് ഇന്ന് ഇവിടെ ഇരിക്കുകയല്ലേ? ഇവിടെ ഇരിക്കുന്ന ഇതെപ്പോഴാ ഇനി അക്കരയ്ക്ക് പോകും? വാള് പോയോ? ഇന്നലെ തന്നെ വന്ന വരവ് തന്നെ അക്കരയ്ക്ക് പോകും. ആ വന്ന വഴി വരവ് അക്കരയ്ക്ക് തന്നെ ആ വാള് പോന്നേ. അത് ശരി, വാള് പോയി. അത് ശരി. ഉത്സവം ശരിക്കും തുടങ്ങുന്നത്. അത് ശരി, പ്രവേശിക്കുന്നത് 30-ാം തീയതിയാണ്. അത് ശരി, വയനാട് ജില്ല. അത് ശരി. ഐതിഹ്യം. തല വെട്ടിയ തലയാണോ തല വീണതായിരിക്കും അവിടെ, അതോ വാള് വീണെന്നാ പറയുന്നത്? അത് ശരി. അവിടെ എന്തോ അത് ശിവക്ഷേത്രമാണോ? അത് ശരി. അത് ശരി. ഇന്നലെ ഈ വാളം കൊണ്ട് വരുന്ന ആൾ ഇവിടെ തന്നെ തങ്ങൂല്ലേ? അത് ഇന്നലെ വന്നിട്ട് ഇന്നലെ തന്നെ തിരിച്ചു പോകും. ഇനി അത് ഈ ഉത്സവം കഴിയുമ്പോൾ വന്നെടുത്തുകൊണ്ടു വാളത്തോള. അത് അവരുടെ ആ ക്ഷേത്രത്തിലാണ് വെക്കുന്നത്. അത് ശരി. അത് ശരി. അന്നേരം അത് വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം അടയ്ക്കുവോ ഇവിടെ അല്ലേ? ശ്രീകോവിൽ നട അടയ്ക്കും. ഇന്നലെ അത് അടച്ചു അപ്പോൾ അല്ലേ? അവിടേക്കായി. ഇന്ന് മുതൽ ഇനി അങ്ങനെ ഇങ്ങനെ നമുക്ക് തൊഴാം. തൊഴാം. നാളെ അത് ശരി. അവിടുത്തെ ശിവലിംഗമൊക്കെ സ്വയംഭൂ അല്ലേ? അപ്പുറത്തെ നമ്മൾ ഈ പ്രക്കൂഴം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചടങ്ങ് തുടങ്ങുന്ന സമയത്ത് മാത്രമേ അങ്ങോട്ട് കയറാൻ നീരെഴുതി നോക്കാൻ. അതിന് മുമ്പിൽ ആരും അങ്ങോട്ട് പോകും. പിന്നെ അത് കഴിഞ്ഞ് മൂടിക്കിടക്കുക. ഒരുപാട് മൂടിക്കിടക്കും. ആരും താൽക്കാലിക അമ്പലമാണ്. ഇത് ശരി. സ്ഥിരമായിട്ട് അമ്പലം കിട്ടുന്നത്. ഇത് ദേവസ്വം ബോർഡാണോ ഈ ക്ഷേത്രം? മലബാർ ദേവസ്വം. അതേപോലെ വരുമ്പോ എല്ലാം ഓടപ്പൂവും ലക്ഷന്റെ താടി അല്ലേ? അവര് അവകാശപ്പെട്ട അവര് കാട് എന്താ തെളിക്കുന്ന സമയത്ത് ഈ കല്ലിന് കൊത്തിയപ്പോൾ അതിന് രക്തം തെറിച്ചു. അങ്ങനെയാണ് ഈ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇതൊരുപാട് വർഷമായിട്ടുള്ള ക്ഷേത്രം. ഒരുപാട് ചേട്ടന്റെ സ്ഥലം എവിടെയാണോ? അല്ല, ഞാൻ വയനാട്. അത് ശരി. അത് ശരി. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം. അതേപോലെ ഈ ആലിനെ കണ്ടിട്ട് പറയുമായിരുന്നു, ഈ ആലിന്റെ ഇതാലല്ലേ? അതെന്താ പ്രശ്നം? അതെന്ന് പറഞ്ഞാൽ ഈ പണ്ട് ഈ തോണിയൊക്കെ ഉണ്ടാക്കുന്ന മരമില്ല, ഒരു പേരുണ്ട്, ഞാൻ പറയാം. ആലാണെന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു ഇതിന്റെ മണ്ട കാണാനേ പറ്റുന്നില്ല. എന്താ തോണി ഉണ്ടാക്കുന്ന മരമാണ്. അത് ശരി. ആല് കുറവാണ്. അത് ശരി. ഞാൻ അന്നേരം വിചാരിക്കുന്നത് ആലിങ്ങനെ അങ്ങ് വളരും. ഇപ്പം നമ്മൾ നീരിറക്കുന്ന വീട്ടിലിറങ്ങുന്ന സാധനമാണ് തോണി, പൊങ്ങിയേക്കുന്ന സാധനം. അത് ശരി. കരിയാണ്. ഇതിനൊരു പേരുണ്ട്, പക്ഷെ പേര് മറന്നു. അത് ശരി. അങ്ങനെ പിന്നെ പല ആൾക്കാർ ചോദിച്ചു ഇതിൻ്റെ ഐതിഹ്യത്തെ കുറിച്ച്, കുട്ടിയുടെ ഐതിഹ്യത്തെ കുറിച്ച് ശരിക്കും വ്യക്തമായിട്ട് ആർക്കും ഒന്നും. ദക്ഷിണകാശി അല്ലേ? നമ്മൾ പറയുന്ന പോലെ അല്ല, പല ആൾക്കാരും പല രീതിയാണ് പറയുക. ദക്ഷിണകാശി എന്നല്ല, ഞങ്ങൾക്ക് വരാൻ വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും ഭഗവാനെ ഇവിടെ വരാൻ പറ്റുമെന്നൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ വന്നിട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ പോകാം, അങ്ങനെ റിസർവേഷൻ പോലും ഇല്ലാതാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തോന്നി അങ്ങനെ പോരും. അത്രയും വന്നതാ. അപ്പം ഭഗവാൻ അനുവദിച്ചാൽ നാളെ അക്കരെ കയറി കണ്ടിട്ട് പോകാനായിട്ട് പോകും. ഞങ്ങൾ അറിയാതെ ഇങ്ങനെ വന്നതല്ല, വന്നും പെട്ട് അന്നേരം ആ അമ്മയെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ വിഷമിച്ച് നിൽക്കും. എന്ത് ചെയ്യുന്നു? അന്നേരം ഇങ്ങനെ വന്ന് വിളിച്ചവരുടെ കൂടെ ഒക്കെ പോകുവാൻ.
ശരി, താങ്ക് യു കേട്ടോ, എനിക്കറിയാത്ത കാര്യങ്ങളായത്.